ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കിയാലോ. ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഫ്രൂട്ടാണ് പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമയ്ക്ക എന്ന് പറയും, എല്ലാവരും അല്ലെങ്കിൽ പപ്പായ എന്ന് പറയും. അപ്പം നല്ല ഒരു പഴുത്ത പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പപ്പായ മിൽക്ക് ഷേക്കാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കാണിക്കുന്നത് ഞാൻ. അപ്പം ഒരു ദിവസം ഇങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാർബോഹൈഡ്രേറ്റൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട സമയങ്ങളിൽ നമുക്ക് ഈ വണ്ണമൊക്കെ കൂടുമ്പോൾ നമുക്കൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഈ 3 പേർക്കുള്ള ഡ്രിങ്കാണ് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പപ്പായ എടുത്തതിന് പകുതി എടുത്താലും മതി. അപ്പം പപ്പായ, പിന്നെ നമ്മൾ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കുറേ എടുത്തേക്കുന്നത്, നട്ട്സ് എടുത്തിട്ടുണ്ട്, 10 എടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ളതാണ്. ഒത്തിരി നട്ട്സ് എടുക്കേണ്ട, യൂറിക് ആസിഡ് കൂടും. പിന്നെ അതുപോലെ ബദാം എടുത്തിട്ടുണ്ട്. നമ്മൾ തലേന്ന് വെള്ളത്തിലിടുന്നത് നല്ലതാണ്, ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ മധുരത്തിന് വേണ്ടി പഞ്ചസാരയല്ല യൂസ് ചെയ്യുന്നത്, ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് നിങ്ങൾക്ക് എത്രയും ഡേറ്റ്സ് യൂസ് ചെയ്യാം അത്രയും ഡേറ്റ്സ്. ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഞാനിത് മെയിൻ ഹെൽത്തി എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇതിന് ഷേക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പശുവിൻ്റെ പാലാണ് ഉപയോഗിക്കുന്നത്. ഞാനതിന് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നും നമ്മൾ ഹെൽത്തി ആയിട്ട് അല്ലാത്ത ഒരു കണ്ടൻറ്റും ഇല്ല. അപ്പം നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട്, പിന്നെ കോക്കനട്ട് മിൽക്ക്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം, ഷുഗർ അല്ലെങ്കിൽ തേന ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഈ പപ്പായയിൽ നല്ല മധുരമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ എന്തോ പറയുന്നത്, നമ്മുടെ ഈ ഈന്തപ്പഴത്തിനകത്ത് അല്ലെങ്കിൽ ഡേറ്റ്സിനകത്ത് മധുരമുണ്ട്. പിന്നെ നല്ല തേങ്ങാപ്പാലാണ്. അപ്പം ഇത് ഒരു ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മതി നമുക്ക് ഉച്ചവരെ. ഫൈബർ കിട്ടുന്നുണ്ട്, പ്രോട്ടീന്, നമ്മുടെ ബദാമുണ്ട്, നട്ട്സ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, തേങ്ങാപ്പാൽ നല്ല സമ്പുഷ്ടമായി നമ്മുടെ ഹാർട്ടിന്, ഈ പപ്പായെ സംബന്ധിച്ച് പറയാറുണ്ടെങ്കിൽ ഹാർട്ടിന്, നമ്മുടെ കുടലിന്, വൻകുടലിനൊക്കെ ഏറ്റവും നല്ല ഒരു സാധനമാണ് നമ്മുടെ പപ്പായ ഫ്രൂട്ട്. എനിക്ക് തോന്നുന്നു ഈ പപ്പായ മുരിങ്ങയില പോലെ ഒരു പ്രാധാന്യം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുരിങ്ങയിലെ പപ്പായൊക്കെ ഗുണങ്ങളനുസരിച്ചുള്ള പ്രാധാന്യം വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളെല്ലാവരും വലിയ വില കൊടുത്ത ആപ്പിളും മുന്തിരിയൊക്കെ വാങ്ങിക്കുമ്പം അതൊക്കെ എത്രയോ നല്ലതാണ് ഈ പപ്പായ. അപ്പം പപ്പായ കഴിച്ചാൽ രോഗങ്ങൾ അകറ്റാം എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം ആണെങ്കിലും, ഓൾ ഓവർ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റാണ്. നമുക്കൊരു രോഗവും വരത്തില്ല, റെസിസ്റ്റൻസ് പവർ കൂട്ടും. പിന്നെ വൈറ്റമിൻ എ ആണ്, കണ്ണിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്കിത് ചെത്തി പീസാക്കി എടുക്കാം. പപ്പായ കട്ട് ചെയ്തപ്പോൾ നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു സീഡ് പോലും ഇതിനകത്തില്ല. നമ്മളിത് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ എത്രയോ നല്ല ഒത്തിരി സീഡുകളുണ്ടല്ലോ. ഇത് ലേഡി പപ്പായ പോലത്തെ സീഡൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ അതിൻ്റെ പകുതി ഭാഗം എടുത്തു. അപ്പം ഇത് നമുക്ക് അടിച്ചു നോക്കാം. ബാക്കി എന്നിട്ട് കുറേശ്ശെ ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡേറ്റ്സിനൊക്കെ കുരു കളഞ്ഞിട്ട് ഇടാവും, അല്ലെങ്കിൽ മിക്സി തെറിക്കും. ഓക്കെ, അപ്പം അതെല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതിനകത്തോട് ആഡ് ചെയ്യുക. ഇത് ആദ്യം ഒന്ന് അരച്ചിട്ട് നമുക്ക് പപ്പായ ആഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ അരിക്കണം, തരിതരിപ്പായിട്ട് കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിയാക്കേണ്ട, നമുക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടത്തക്ക രീതിയിൽ ഒരു തരിതരിപ്പായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് പപ്പായ ആഡ് ചെയ്യാം. പപ്പായ നല്ലതുപോലെ അരച്ച് അരിക്കരുത്, ഫൈബർ എല്ലാം പോകും. നിങ്ങൾ ഈ ഒന്ന് കുടിച്ച് നോക്കുക. അഥവാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അല്ലെങ്കിൽ സപ്പറിന് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വേറെ ഫുഡൊന്നും കഴിക്കണ്ട, വയറും നിറയും. വളരെ ഹെൽത്തിയാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ ഞങ്ങളുടെ ഒന്നീ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സപ്പർ ഇതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. നമുക്കിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് അടിച്ചെടുക്കാം. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇനി ഒരു തവണ അടിക്കാം. കുറച്ചുകൂടെ അതിൽ നിന്ന് നമ്മുടെ ഓമയ്ക്കയിൽ നിന്ന് ഇട്ടിട്ടുണ്ട്, പകുതി എടുത്ത് കേട്ടോ. പിന്നെ ഈ ഐസ് ഉള്ളവർക്കൊക്കെ ഐസ് ക്യൂബ്സ് ഇട്ട് അടിക്കാൻ. നമ്മുടെ കേക്കിന് ഇച്ചിരി തണുപ്പ് നല്ലതാണ്. അപ്പോൾ അതുകൂടെ അടിച്ച് ബാലൻസ് തേങ്ങാപ്പാലൂടെ അടിയുക. വളരെ നല്ല ടേസ്റ്റുള്ള, ഒട്ടും നമ്മൾ മധുരം ഒന്നും അടിയണ്ട, നല്ല പഴുത്ത പപ്പായ എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ് നല്ല മധുരം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ തേൻ ആഡ് ചെയ്യുന്നത്, പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത് കേട്ടോ. നമുക്ക് ഇതുകൂടെ അടിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ
ഫൈനൽ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഷേക്ക്. പറഞ്ഞറിയിക്കാനാത്ത ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ശരിക്കും നമ്മൾ വേറെ ഒരു വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഡിന്നറാണ്. ഇത് കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയണം. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ മധുരത്തിനൊന്നും നമ്മൾ വേറെ ആഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ ജ്യൂസ് അല്ല ഷേക്ക്, രുചികരമായി അതിലും ഉപരി ഹെൽത്തി ആയിട്ടുള്ള, എനിക്ക് എപ്പോഴും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തരാനാണ് ഇഷ്ടം. ഞങ്ങൾ കുടിക്കുന്ന പോലെ നിങ്ങളും കുടിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പം നിങ്ങൾ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് നമുക്ക് ഒഴിക്കാം. സെർവ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ്. ഇതിൻ്റെ കളറ് കണ്ടോ? ഇതിനിടയ്ക്ക് നട്ട്സൊക്കെ കിടപ്പുണ്ട്, ചെറിയ പീസ് ഓമയ്ക്ക ഇത് പപ്പായ കിടപ്പുണ്ട്, ഇനിയുമുണ്ട് ഇഷ്ടംപോലെ. കണ്ടോ നിറച്ച്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. ഇനിയും താണ്ട് ഇത്രയും കൂടി ഇരിപ്പുണ്ട്. കണ്ടോ, ഇനി ഒരു 2 ഗ്ലാസ് കൂടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. ഇപ്പം 1 മിനിറ്റ്. അപ്പം ഞാൻ 1 മിനിറ്റ് പറഞ്ഞത് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നല്ല ഡേറ്റ്സും നട്ട്സും ഒക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ രുചികരമായ പപ്പായ ഷേക്ക്, പപ്പായ തേങ്ങാപ്പാൽ ഷേക്ക് എന്ന് തന്നെ പറയാം. സാധാരണ എല്ലാവരും മറ്റേ പാലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്തത്. പ്രത്യേകിച്ച് അത് എടുത്ത് പറയണമാണ്. അപ്പം പപ്പായ കോക്കനട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കുന്നു. ഇത് 1 ഗ്ലാസ് കഴിച്ചാൽ നമുക്ക് ഒരു നേരത്തെ ഫുഡായി. ഒന്നീ ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഫൈബർ കിട്ടും, പ്രോട്ടീൻ കിട്ടും, കാൽസ്യം കിട്ടും, അയൺ കിട്ടും, എല്ലാം കിട്ടും. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.